ബൈത്തുൽ ഗാർഡനിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ കുറെ പ്രാവശ്യമായി പറയുന്നത് ഒരു സ്പൈഡർ പ്ലാന്റ് ഒന്ന് റിപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട്. ഒരുപാട് തൈകൾ ഉണ്ടെന്ന് പറയല്ലാതെ ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ റിപ്പോർട്ടിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഇവിടാണ് നമ്മുടെ സ്പൈഡർ പ്ലാന്റ് നിൽക്കുന്നത്. ഇതാണ് കേട്ടോ. അപ്പൊ ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ ഉണ്ടാകും. നമുക്ക് ഇതിൽ തന്നെ തൈകൾ അടർത്തി മാറ്റിയിട്ട് പുതിയ തൈകളാക്കി എടുക്കാൻ പറ്റും. അത് കൂടാതെ നമുക്ക് കണ്ടില്ലേ, ഒരുപാട് തൈകൾ ഇതില്ലേ, ഇഷ്ടം പോലെ തൈകളുണ്ട്. ഓൾറെഡി ഇതിൽ വേരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് പിടിച്ചു കിട്ടുട്ടോ. അപ്പൊ ഇതൊരു നമുക്ക് 8 പോട്ടിലാക്കാം, 8ഓ 10ഓ പോട്ടിലാക്കാൻ മാത്രമുള്ള തൈകൾ ഇതിലുണ്ട്. ഒരുപാട് തൈകളുണ്ട്. അപ്പൊ ഇതിങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വളർച്ച ഉണ്ടാവില്ല. നമ്മൾ വേറൊരു പോട്ടിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലായി വരും കേട്ടോ. ഇതുപോലെ നമുക്ക് ഈ പ്ലാന്റ് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യണം. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഞാൻ സ്പൈഡർ പ്ലാന്റ് എടുത്തിട്ട് താഴോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. താഴോട്ട് വെച്ചാലാണ് നമുക്ക് ഈ റിപ്പോർട്ടിങ് കാണിക്കാൻ പറ്റുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് താഴോട്ട് എടുത്ത് വെച്ചാണ്. നമുക്ക് ഇതിലൊരു 10-12 തൈകളൊക്കെ ഉണ്ടാവും കേട്ടോ എണ്ണി നോക്കുകയാണെങ്കിൽ. അപ്പോൾ അത്രത്തോളം പോട്ടൊന്നും എൻ്റെ കയ്യിലില്ല. പോട്ട് തന്നെ ഇല്ല. ഞാൻ ജ്യൂസ് ഗ്ലാസ്, ഗ്രോ ബാഗ്, ചെറിയൊരു പോട്ടുണ്ട്, അതൊക്കെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ഒരു തൈൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു തണ്ട് നീണ്ട് വന്നിട്ട് അതിലാണ് ഒരുപാട് തൈകൾ ഉണ്ടാവും. ഇതിൽ തന്നെ ഒരു 10 തൈകൾ ഉണ്ടാകും. അതുപോലെ അടുത്ത തൈയിൽ നിന്ന് സെൻറ്ററിൽ നിന്ന് തണ്ട് നീണ്ട് വന്നിട്ടാണ് ഇതിങ്ങനെ തൈകൾ ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഇതിന് വളർച്ച കുറയും. അതുകൊണ്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ. ചില തൈകളൊക്കെ നമുക്ക് കുറച്ച് മെച്ചൂറായിട്ടുള്ള തൈകൾ, കുറച്ച് വലുപ്പമുള്ള തൈകൾ 2 ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴെയുള്ളതും പിന്നെ അത് കുഞ്ഞു തൈകളും ഉണ്ട് കേട്ടോ. നമുക്ക് പിന്നെ ചെടി തന്നെ ഒരുപാട് കുഞ്ഞുങ്ങളെ തരുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ സ്പൈഡർ പ്ലാന്റ്. അപ്പോൾ പിന്നെ ഇപ്പോൾ കാണുന്നത്, ഇതിനുള്ളിൽ കാണുന്നത് അത് സ്പൈഡർ പ്ലാന്റ് അല്ല കേട്ടോ. ഇത് റിബൺ ഗ്രാസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പം പല ആൾക്കാർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകും, സ്പൈഡർ പ്ലാന്റും റിബൺ ഗ്രാസും ഒന്നാണെന്ന്. പക്ഷെ രണ്ടാണ്. ഇതിൽ നമ്മളിപ്പോൾ കണ്ടതുപോലെ തണ്ട് നീണ്ട് വന്നിട്ട് തൈകളേ ഉണ്ടാവില്ല. ഇത് ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഉള്ളി പോലത്തെ ഒരു കിഴങ്ങുണ്ട്, ചെറിയ ബൾബ് പോലത്തെ കിഴങ്ങുണ്ട്. ആ കിഴങ്ങിൽ നിന്നാണ് തൈകൾ ഉണ്ടാവുന്നത്. ഇത് നമുക്കൊരു തൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര വാഴവായിട്ടുള്ള പോട്ടാണെങ്കിലും ആ പോട്ട് തിക്കായിട്ട് ബുഷിയായിട്ട് തൈകൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ ഈ ഒരു പിന്നെ റിബൺ ഗ്രാസ് പ്ലാന്റ് കേട്ടോ. ഇതിലൊരു വൈറ്റ് പൂവാണ് ഉണ്ടാകുക. നമ്മുടെ സ്പൈഡർ പ്ലാന്റിൽ വൈറ്റ് പൂവാണ് ഉണ്ടാവുന്നത്. ഏകദേശം കാണുമ്പോൾ നമുക്ക് ഒരുപോലെ തോന്നുകയാണെങ്കിൽ രണ്ട് വ്യത്യാസമുണ്ട്. പക്ഷേ ഇതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളും സൂര്യപ്രകാശമൊക്കെ നോക്കുകയാണെങ്കിൽ, വെള്ളമൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒന്നുമാണ് കേട്ടോ. പിന്നെ സ്പൈഡർ പ്ലാന്റ് തന്നെ പിന്നെ നമുക്കറിയാം 2-3 നേരിയ ലീഫുള്ളതുണ്ട്. അതുകൂടാതെ യെല്ലോ, ഗ്രീൻ, അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്പൈഡർ പ്ലാന്റ് എങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ഇതിപ്പോൾ ഈ നീണ്ടു വന്ന കമ്പ് നിന്ന് നമുക്ക് ഇങ്ങനെ കമ്പ് മേലോട്ട് പൊക്കി വെച്ചിട്ട് എന്തെങ്കിലും സ്റ്റിക്കൊക്കെ, അല്ലെങ്കിൽ സ്റ്റിക്ക് റൗണ്ടിലുള്ള എന്തെങ്കിലും ഒരു കമ്പി നമ്മൾ റൗണ്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് അവിടെ കൊളുത്തി വെച്ചിട്ട് അല്ലെങ്കിൽ കെട്ടി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റും. അതുകൂടാതെ നമുക്ക് എന്ത് ചെയ്യാം, ഹാങ്ങിങ് ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് നമ്മുടെ സ്പൈഡർ പ്ലാന്റ്. നമുക്ക് വെള്ളത്തിൽ വെച്ചാലും നന്നായിട്ട് വളരുന്ന പ്ലാന്റാണ് കേട്ടോ സ്പൈഡർ പ്ലാന്റ്. പെട്ടെന്നൊന്നും ചീഞ്ഞ് പോകത്തില്ല. അപ്പോൾ നമുക്ക് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് സ്പൈഡർ പ്ലാന്റ്. നമുക്ക് ഒരു തൈയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് തൈകളാക്കാൻ പറ്റിയ ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് തൈകളെ ചെടി തന്നെ നമുക്ക് തരും. അല്ലാണ്ട് നമ്മൾ ചെടീൻ്റെ അടുത്തുനിന്ന് വിത്തിട്ടിട്ടോ അല്ലെങ്കിൽ തൈകൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയിട്ടോ അല്ലെങ്കിൽ സ്റ്റെമ്മ് കട്ടിങ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ തൈകൾ ഉണ്ടാക്കിയെടുക്കുക. ഇതിന്ന് അങ്ങനെ വേണ്ട, ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ ചെറിയൊരു കുഞ്ഞു പോട്ടുണ്ടായിരുന്നു, അതുപോലെ 3 ജ്യൂസ് ഗ്ലാസ് എടുത്തുവെച്ച് ഒരു ഗ്രോ ബാഗും എടുത്തുവെച്ചിട്ടുണ്ടോ, അതിലേക്കാണ് ഞാനിത് നട്ട് കൊടുക്കാൻ പറ്റും. ഒരു ഗ്രോ ബാഗിൽ കുറച്ച് ഓൾറെഡി മണ്ണൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് നട്ട് കൊടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയുക, നമുക്ക് കുറച്ച് പോട്ടി മിക്സ് വേണമല്ലോ. എന്തായാലും ഏത് ചെടിക്ക് നമുക്ക് കുറച്ച് പോട്ടി മിക്സ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് നമ്മുടെ കൊക്കോ പിറ്റ്, അതായത് നമ്മുടെ ചകിരി ചോറാണ് കൂടുതലായിട്ട് എടുത്ത് വെച്ചത്. അതിൻ്റെ പകുതിയായിട്ട് ഞാൻ എടുത്ത് വെച്ചത് നമ്മുടെ ഗാർഡൻ സോയിലാണ്. അതിന് കുറച്ചും കൂടി കുറച്ചാക്കിയിട്ട് നമ്മുടെ എന്താ പറയുക ചാണകപ്പൊടിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 3 കൂടിയാണ്. ഇതിൽ സാഫൊന്നും വേണ്ട, കാരണം ഇതിൽ ഓൾറെഡി വേരുള്ളത് കൊണ്ട് തന്നെ വേര് പിടിച്ച് കിട്ടും. നമ്മൾ ചകിരിച്ചോറ് ഇതും കൂടി എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. അല്ല, നല്ല ഉണങ്ങിയിട്ടുള്ള ചാണകപ്പൊടിയാണ് കേട്ടോ ഇത്. അതുപോലെ നല്ല ഉണക്കമുള്ള കഴുകി ഉണക്കി വെച്ചിട്ടുള്ള ചകിരിച്ചോറാണ്. അതുപോലെ തന്നെ മണ്ണ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നോമ്പായതുകൊണ്ട് വീഡിയോ കുറച്ച് ഇടുന്നത് കുറവാണ്, ഫുൾ വീഡിയോ ഇടുന്നത് കുറവാണ്. കാരണം
നമുക്ക് രാവിലെ എന്തെങ്കിലുമൊക്കെ പണി, പിന്നെ വൈകുന്നേരവും പണി ഉണ്ടാകും. പിന്നെ നോമ്പിൻ്റെ ക്ഷീണം എല്ലാം കൂടി, നല്ല വെയിലോ അതിനിടയ്ക്ക് വിചാരിക്കാത്ത മഴയും എല്ലാം കൂടി കുറച്ച് പ്രശ്നത്തിലാണ് അന്തരീക്ഷം. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പനി, ചുമ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഇടുന്നത് കുറച്ച് കുറവാണ് കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ രാവിലെ പറഞ്ഞിരുന്നു ബൊഗേമില്ല പ്ലാന്റ്സിൻ്റെയൊക്കെ പൂക്കളൊക്കെ മഴ തട്ടിയിട്ടൊക്കെ കൊഴിഞ്ഞു പോയ കഥയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് എന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇത് ഈ ഒരു പോട്ടിലേക്ക് മണ്ണൊക്കെ നന്നായിട്ട് നിറച്ച് വെക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് വെള്ളം ഒഴിച്ച് നോക്കാം. കാരണം ഞാൻ ഓൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഓൾസ് ശരിയാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണ്ടേ. അപ്പോൾ നമ്മൾ ഈ ഒരു ഓൾസ് കൂടിയ പുറത്തേക്ക് വെള്ളം വാർന്ന് പോകണം കേട്ടോ. വാർന്ന് പോയാൽ മാത്രമേ നമുക്ക് കണ്ടോ, ഇതുപോലെ നമുക്ക് വെള്ളം വാർന്ന് പോയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പോൾ വാർന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ഓൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിലും ഞാൻ മണ്ണ് നിറച്ച് വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഇതെല്ലാം നിറച്ച് വെക്കുന്നുണ്ട്. കണ്ടില്ലേ? നമുക്ക് ഈ ചെടിക്ക് ഒരുപാട് വെള്ളം ആവശ്യമില്ലാത്ത ചെടിയാണ് കേട്ടോ. സ്പൈഡർ പ്ലാന്റിന് ഒരുപാട് വെള്ളം വേണ്ട, ആവശ്യത്തിന് വെള്ളം കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഒരുപാട് സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലയുടെ തുമ്പ് ഭാഗം കേട്ടോ വേഗം കരിഞ്ഞു പോകാം. തുമ്പ് ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഒരുപാട് വെയിലും ഇഷ്ടമില്ലാത്ത ചെടിയാണ് നമ്മുടെ സ്പൈഡർ പ്ലാന്റ് കേട്ടോ. നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പം അത് കട്ട് ചെയ്തെടുക്കണമല്ലോ. ഇതാ പോട്ടി മിക്സ് എല്ലാത്തിലും ഞാൻ നിറച്ച് വെച്ചാൽ പിന്നെ നമുക്ക് അത് കട്ടിങ് ചെയ്ത് കൊടുക്കണം. ഞാനിതിൽ ചാണകപ്പൊടി ഇട്ട് നിങ്ങൾ കണ്ടു, ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. അതുപോലെ നമുക്ക് ചെടിൻ്റെ ചുവട്ടിൽ മാസത്തിൽ ഒരിക്കൽ നമുക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ വേപ്പിൻ പിണ്ണാക്കിൻ്റെ പൊടി, എല്ലുപൊടിയൊക്കെ ഉണ്ടെങ്കിലും അതൊന്ന് ചെടിക്ക് നല്ലതാണ്. അപ്പോൾ എല്ലുപൊടി ഇപ്പം എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇടാത്തത്. ഇനിയിപ്പോൾ അത് വാങ്ങണോ. പിന്നെ നമ്മൾ ഓരോന്ന് എടുക്കുന്നതിനനുസരിച്ച് ഓരോന്ന് തീർന്നു പോലെ. അപ്പം ഞാൻ ഇവിടുന്ന് വെട്ടിക്കൊടുക്കുകയാണ്. ശരിക്കും താഴോട്ട് നിന്നാണ് വെട്ടേണ്ടത്. ഇപ്പോൾ തൽക്കാലം ഞാൻ ഇവിടുന്ന് വെട്ടിക്കൊടുക്കുകയാണ്. വെട്ടിയിട്ട് നമുക്ക് നമ്മുടെ മദർ പ്ലാന്റിനെ ഒന്ന് സ്വസ്ഥമാക്കാം, അല്ലെങ്കിൽ ഒന്ന് മാറ്റി നിർത്താം. അപ്പോൾ ഇത്രയും തൈകളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ തൈകളൊക്കെ ഒന്ന് വേർതിരിച്ചെടുക്കണം. ഓരോന്ന് നമുക്ക് ഓരോ കമ്പിൻ്റെയും അറ്റത്താണ് ഓരോ തൈകൾ ഉണ്ടാവട്ടോ. അപ്പോൾ അറ്റം നോക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ ഇതും കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് തൈകളുണ്ട്. അപ്പോൾ ഓരോ തൈകളും നമുക്ക് നമ്മുടെ പോട്ടിലേക്ക് മാറ്റി നട്ടു കൊടുക്കാം. ഇനിയിപ്പം കണ്ടില്ലേ, കാണുമ്പോൾ പെട്ടെന്ന് ഇത് രണ്ട് പ്ലാന്റ് നല്ല വലുപ്പമുണ്ട് കേട്ടോ. കുറച്ച് നല്ല വലുപ്പത്തിലാണ് രണ്ട് പ്ലാന്റ് ഉള്ളത്. മറ്റേതൊക്കെ കുഞ്ഞു പ്ലാന്റ് ആണുള്ളത്. പിന്നെ കുറച്ച് വലുപ്പമുള്ളത്, പിന്നെ നമുക്കറിയാം 2.5 വലുതാണെങ്കിൽ തൊട്ടടുത്തുള്ള 2.5 അതിനെക്കാട്ടി കുറച്ച് ചെറുത്, പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് അതിനെക്കാട്ടി ചെറുത്, അങ്ങനെയാണ് ഈ പ്ലാന്റ് ഉള്ളത് കേട്ടോ. അപ്പോൾ എല്ലാത്തിലും ഞാനിപ്പോൾ നട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നട്ട് കൊടുത്തതിന് ശേഷമുള്ള കാണിച്ചു തരാം. കണ്ടോ, ഇപ്പം ഞാൻ ഗ്രോ ബാഗിൽ ലാസ്റ്റ് നട്ട് കൊടുത്താണ്. ഗ്രോ ബാഗിൽ നട്ട് കൊടുത്തത് ബാക്കിയുള്ള ഒരു 5-6 തൈകൾ ഒന്നിച്ചാണ് ഗ്രോ ബാഗിൽ നട്ട് കൊടുത്തത്. ഈ പോട്ടിലൊക്കെ ഞാൻ ഓരോ തൈകളാണ് കേട്ടോ വെച്ച് കൊടുത്തത്. 3 ജ്യൂസ് ഗ്ലാസ്സിലും അതുപോലെ തന്നെ ചെറിയ നമ്മുടെ ഇതിലും ഞാൻ ഓരോ തൈകളും വെച്ച് കൊടുത്ത്. മറ്റേതിൽ ഞാൻ ഗ്രോ ബാഗിൽ എന്താ ചെയ്തത്, ഗ്രോ ബാഗിൽ ബാക്കിയുള്ള കുഞ്ഞു തൈകൾ കുറേ ഉണ്ടേനോ അതൊക്കെ വെച്ച് കൊടുത്താട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ, എന്നാൽ വെച്ച് കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ വെക്കാൻ പാടില്ല കേട്ടോ. ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചെടി നന്നായിട്ട് വലുതാകും. കാരണം നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് വലുതാകുമ്പോൾ നമ്മൾ കുറച്ച് വലിയ പോട്ടിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. നല്ലൊരു വലിയ പോട്ടിലേക്ക് നമുക്ക് ഇതുപോലുള്ള പോട്ടിലേക്ക് മാറ്റാം. ഇതിൽ നിന്ന് വലുതാകുമ്പോഴാണ് നമ്മളത് തൊട്ടടുത്തുള്ള പോട്ടിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിനിപ്പോൾ ഇതിൽ കുറച്ചേച്ചാ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. ഇനി തണ്ടിൻ്റെ ആവശ്യമില്ല. ഈ തണ്ടിൽ നിന്നാണ് ഞാൻ ഓരോന്ന് അറ്റത്തുനിന്ന് ഓരോ തൈകൾ എടുത്തത്. ഈ തണ്ട് നട്ട് കൊടുത്താലൊന്നും തൈകൾ ഉണ്ടാവില്ല. അപ്പം ഇനി അത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ അതിന് ഇനിയിപ്പോൾ എല്ലാം നട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം വെച്ചപ്പം തന്നെ കണ്ടില്ലേ, നമുക്ക് ഒരു തൈ നിന്നാണ്, അതിൽ തന്നെ മദർ പ്ലാന്റിൽ തന്നെ 3 തൈ ഉണ്ട്. അത് കൂടാതെ നമുക്കിപ്പോൾ 5 ചട്ടിയിലേക്കുള്ള തൈകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഉണങ്ങിയത് കൊണ്ട്, നല്ല ഉണക്കമുള്ള പോട്ടി മിക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും കൂടി കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒന്നും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നാലേ അത് അടിവശത്തേക്ക് ആവുള്ളൂ. നമ്മൾ ഡ്രെയിനേജിൻ്റെ ഉള്ളിൽ കൂടി വെള്ളം പുറത്തേക്ക് വരണമല്ലോ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് തൈകളാക്കി എടുക്കാൻ പറ്റും കേട്ടോ.
ഇതന്നെ ഒരു 10ഓ 20ഓ ചട്ടിയിൽ നമ്മുടെ മുറ്റത്ത് വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ വെക്കുകയാണെങ്കിലൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. വെർട്ടിക്കൽ ഗാർഡനിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കരുതും, കുറച്ച് വെയിൽ കുറഞ്ഞ വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ നമുക്ക് വെച്ച് കൊടുത്താൽ പറ്റും. ഇതിലിപ്പോൾ 3 തൈകളുണ്ട്, മദർ പ്ലാന്റിൽ 3 തൈകളുണ്ട്. അതുകൂടാതെ എനിക്കിപ്പോൾ 5 പോട്ടിലേക്ക് നമ്മുടെ എന്ത് കിട്ടി, നമ്മുടെ സ്പൈഡർ പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ തൈകളാക്കി എടുക്കുക. നമ്മൾ ഒന്നും ചെയ്യാതെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും കൂടുതൽ ചെടിയാക്കി എടുക്കാൻ പറ്റില്ല. കൂടുതൽ ചെടിയാക്കി എടുക്കണമെങ്കിൽ നമുക്ക് കുറച്ച് കഷ്ടപ്പാടുണ്ടാകും, കുറച്ച് നമുക്കൊരു ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന ജോലിയാണ് നമ്മുടെ ഗാർഡൻ ജോലിയല്ലേ. നമുക്ക് ചെടികളുടെ അടുത്ത് എന്ത് പണി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ക്ഷീണം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.